പി.വി. അൻവർ പറഞ്ഞത് ശരിയാട്ടോ. കാരണം പി.വി. അൻവറിനൊരു 10 ദിവസത്തിൽ താഴെ മാത്രമേ ആകെ പ്രവർത്തിക്കാൻ കിട്ടിയിട്ടുള്ളൂ. എന്നാൽ എൽ.ഡി.എഫിനും യു.ഡി.എഫിനും അങ്ങനെയല്ല. അവർക്ക് കാര്യമായിട്ട് പ്രവർത്തിക്കാൻ ഉണ്ട്. ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു. ആര്യടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചു, പിന്നെയും സ്വരാജിനെ പ്രഖ്യാപിച്ചു. അപ്പോഴും പി.വി. അൻവർ സ്ഥാനാർത്ഥിയാകാൻ ഉദ്ദേശിച്ചിരുന്നില്ല. യു.ഡി.എഫിലേക്ക് ഒരു പ്രവേശനം കിട്ടും, യു.ഡി.എഫുമായി സഹകരിച്ചു പോകാം എന്ന് വി.ഡി. സതീശൻ്റെ ആ ഉടക്ക് ഒന്ന് മാറും എന്നൊക്കെ കരുതി കാത്തിരിക്കുകയാണ് ചെയ്തത്. എന്നാൽ അവസാന നിമിഷമാണ് പി.വി. അൻവറിനെ മത്സരിക്കേണ്ട സാഹചര്യം വന്നത്. സത്യത്തിൽ പി.വി. അൻവർ മത്സരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അൻവർ ഇല്ലാതായി പോകുമെന്ന് അൻവറിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് മത്സരിച്ചത്. ജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഒന്നുകൊണ്ടല്ല. പിന്നെ തോൽക്കുമെന്ന് പറഞ്ഞ് മത്സരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടുണ്ടായ ഒരു തിരിച്ചറിവ് എന്താണെന്നറിയോ? പി.വി. അൻവർ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് 8 or 10 ദിവസം മാത്രമാണ് പരമാവധി പ്രവർത്തിക്കാൻ കിട്ടിയത്. ബാക്കിയുള്ളവർക്ക് അത്രത്തോളം കിട്ടി. ഈ 10 ദിവസം അൻവർ ഒറ്റയ്ക്ക് കിടന്ന് വലിയ വലിച്ച സമയത്ത് കേരളത്തിലെ എല്ലാ MLA-മാരും MP-മാരും എല്ലാവരും ഈ പറഞ്ഞ നിലമ്പൂരിലുള്ള ഓരോ വീട്ടിലും മന്ത്രിമാർ MLA-മാരൊക്കെ എല്ലാവരും ഓരോ വീട്ടിലും കയറി ഇറങ്ങി ഏതോ ഒരു സിനിമയിൽ മൂക്കട്ട വലിച്ച് തുടച്ച് കളയുന്ന ഒരു സീനുണ്ടല്ലോ, എന്നാ ഫർഗീസിൻ്റെ സിനിമയാണെന്ന് ഏതാണെന്ന് എനിക്ക് അറിയാൻ വയ്യ, മറന്നേക്കണം. അപ്പം അതുപോലെ മന്ത്രിമാരും MLA-മാരും എല്ലാം സകല വീടുകളിലും കയറി കുട്ടികളെടുക്കലും അവരെ തലോടലും എടുക്കലും എല്ലാമായി കയറിയിറങ്ങി നടക്കേണ്ട ഒരു ഗതികേടുണ്ടായി. ഈ 8 ദിവസത്തെ അവർ അത്രത്തോളം ഭയപ്പെട്ടിരുന്നു എന്ന് വേണം കരുതാൻ. ഒരുപക്ഷെ അവരാരും ഇങ്ങോട്ട് വന്നിട്ടില്ല. സാധാരണ തെരഞ്ഞെടുപ്പ് പോലെ ആയിരുന്നു കഥയെന്നുണ്ടെങ്കിൽ പി.വി. അൻവറിന് വേണ്ടി ഒരുപക്ഷെ കഥ മാറും എന്ന് അവർക്ക് അറിയാമായിരുന്നു. അതായത് അൻവറിനെ അവർ ഭയപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു നെത്തോലി ഒരു ചെറിയ മീനല്ല എന്നത് അവർക്കറിയാമായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. Different angles. Don't forget to subscribe and support this channel.